കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇവന്മാരെ കഴിഞ്ഞിട്ട് വേറെ ആളുകളുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, വയനാട്ടിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ട് ഒരു തട്ടുകട തുടങ്ങി. ആ തട്ടുകടയിൽ പോലും വന്നിട്ട് ഇവന്മാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് വേറെ ആരും കേട്ടോ, ഒരു സംഘിടി ചേച്ചിയാണ്. ആ ചേച്ചി ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഒന്ന് കേട്ടു നോക്ക്. ാണ് പ്രശ്നം, വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ സംഘിണി, ചാണകം തീനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്തു. ബട്ട് ഐ ജസ്റ്റ് കെപ്റ്റ് മൈ കൂൾ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, കുറേ പേര് വന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, എന്താണ് 2 പൊറോട്ടയും ബീഫും അവരുടെ അണ്ണാക്കിലേക്ക് കുത്തി ഇറക്കി കൊടുത്താൽ തീരാവുന്ന ചൊറിച്ചിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹം പറഞ്ഞു, ഇവരെ കണ്ടിട്ടൊരു ഭിക്ഷക്കാരിയാൻ തോന്നുന്നില്ല, ഇവരൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവർ പറഞ്ഞു, ആ ദോശ ചുടുന്ന അതിൽ എന്നെ ഇരുത്തിയാൽ തീരുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പറയാമെന്നത് അസഭ്യമായിരിക്കാം, എൻ്റെ ചന്തി മാത്രമായിട്ട് ചുട്ടെടുക്കരുത്, എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റില്ല. ചുടുവാണെങ്കിൽ എന്നെ ഒറ്റയടിക്ക് ചുട്ടു കൊന്നിരിക്കണം. ഒരു പേഴ്സൺ ജീവൻ പോലും ബാക്കി വെച്ചാൽ ശക്തമായി ഞാൻ പ്രതികരിച്ചിരിക്കും. SES മേനന്റെ മകളാണ് ഞാൻ. ഇതാണ് ഇവരുടെ അവസ്ഥ. എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് ഉടക്കായിട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടാവും. എന്തായാലും ചേച്ചി പറഞ്ഞത് ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്ന. എന്തായാലും ചേച്ചിയുടെ ശക്തമായ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കും. ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തുന്നത്? ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കും? നിങ്ങളെ തന്നെയല്ലേ CPM തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത്? അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഒന്നും അറിയാതെ എവിടുന്നോ വന്ന ആളാണ്, എന്റെ പേര് പോലും എനിക്കറിയില്ല. എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാര്യത്തിന്, എന്റെ അടുത്ത് നിന്നു എന്നുള്ള ഒറ്റ കാര്യത്തിന് നിങ്ങൾ ഇടിച്ച് തമ്പോറാക്കിയില്ലേ?